മലങ്കര പ്ലാന്റേഷന്റെ ഏലപ്പാറ പെൻഷറസ്റ്റ് എസ്റ്റേറ്റിൽ നിർമ്മിച്ച പുതിയ ലേബർ ലയങ്ങളുടെ ഉദ്ഘാടനം നടന്നു. 6 യൂണിറ്റുകൾ അടങ്ങുന്ന പുതിയ ലയ സമുച്ചയം പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു ശില്പി ഒരു മരം അല്ലെങ്കിൽ ഒരു തടികഷ്ണം കിട്ടുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യം കൊണ്ട് അത് കൂടുതൽ മനോഹരമാക്കി അത് പോളിഷ് ചെയ്ത് അത് ഏറ്റവും സുന്ദരമാക്കി ഒരു ശില്പമാക്കി മാറ്റുന്ന ഒരു വലിയ വൈദഗ്ധ്യത്തോടുകൂടിയാണ് നമ്മളുടെ മലങ്കര MD ആയിട്ടുള്ള പ്രിയപ്പെട്ട ജേക്കബ് തോമസ് ഇത് അങ്ങനെ നിർമ്മിച്ചത്. ഒരാശയം ചടങ്ങിൽ മുൻ വ്യവസായ മന്ത്രി P. രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ കഴിയുക? യഥാർത്ഥത്തിൽ അതിന് മുൻപ് തൊഴിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു. പ്ലാന്റേഷനും ഹൗസിംഗും എല്ലാം തൊഴിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് വന്നപ്പോഴാണ് അത് വ്യവസായ വകുപ്പിന്റെ കീഴിലേക്ക് വന്നത്. അങ്ങനെ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകൃതമായി. കോഴിക്കോട് IIM വളരെ വിപുലമായ ഒരു പരിശോധനയ്ക്കും പഠനത്തിനും ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ തുടർ നടപടികളുടെ ഭാഗമായി തന്നെയാണ് മലങ്കര പ്ലാന്റേഷൻസ് മാനേജിംഗ് ഡയറക്ടർ JK തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ്, വാർഡ് മെമ്പർ സന്ധ്യ ഗണപതി, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ സ്മിത ജോസഫ്, എസ്റ്റേറ്റ് മാനേജർ ജോഷിവ ജോസഫ് എന്നിവരും വിവിധ യൂണിയൻ ലീഡർമാരും നാട്ടുകാരും എസ്റ്റേറ്റിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ ലയങ്ങൾ. പൂർണ്ണമായും ടൈൽസ് പാകിയ വീടുകളിൽ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അടുക്കളയിലെ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. മുറ്റവും പരിസരവും പൂർണ്ണമായും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചാണ് മനോഹരമാക്കിയിരിക്കുന്നത്. കേരള സമൂഹം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന തോട്ടം തൊഴിലാളിയുടെ പാർപ്പിട പ്രശ്നത്തിന് ഏറ്റവും മികച്ച രീതിയിൽ പരിഹാരം കണ്ട മാനേജ്മെന്റിന്റെ ഈ സമീപനത്തിൽ തൊഴിലാളികൾ സംതൃപ്തരുമാണ്. 2 ലക്ഷം രൂപ സബ്സിഡി ലഭിച്ച ഒരു യൂണിറ്റിന് ഏകദേശം 16 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.